വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഒരുപാട് ഭാഗ്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റിയവരെയാണ് ഒരുത്തനാണ് ഞാൻ. നേരത്തെ പറഞ്ഞ ഒരു മോഹൻലാലിനെ പോലെയുള്ളൊരു ആളുടെ മുഖത്ത് ആദ്യം മേക്കപ്പ് ഇടാനും ഡയറക്റ്റ് ചെയ്യാനും കഴിഞ്ഞ ഒരു ഭാഗ്യം. മാത്രമല്ല അദ്ദേഹത്തിന് വെച്ച് 5 നല്ല സിനിമകൾ, ഹിറ്റ് സിനിമ എടുക്കാൻ കഴിഞ്ഞു. 60ഓളം സിനിമകൾ എനിക്ക് അഭിനയിക്കാൻ പറ്റി. അദ്ദേഹത്തിന് ഫാൽക്കെ അവാർഡ് കിട്ടുന്നത് കാണാൻ ദൈവം എനിക്ക് ആയുസ് നീട്ടിത്തന്നു. അതിനപ്പുറം ഒരു ഭാഗ്യം വേറെ ഒന്നുമില്ല. ഇനി ദൈവത്തിൻ്റെ ഒരു അത്യാഗ്രഹം കൂടെ ഉണ്ട്. എൻ്റെ ലൈഫിലൊരു അംബിഷനാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ അത്യാഗ്രഹമായിട്ട് നിങ്ങൾ വിചാരിച്ചത്, എനിക്ക് കാണണം മോഹൻലാലിന് ഇനി ഭാരതരത്ന അവാർഡ് കിട്ടുന്നത്. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. അതിനും കൂടെ ദൈവം ആയുസ് നീട്ടിത്തരുമെന്നും വിശ്വസിക്കുന്നു. ഇനി കാര്യത്തിലോട്ട് വരാം. രഞ്ജിത്തിനെ എനിക്ക് 35 വർഷമായിട്ട് അറിയാം. ഞങ്ങൾ സുഹൃത്തുക്കളാണ്, എന്നും വിളിക്കുന്നവരാണ്. എൻ്റെ എല്ലാ സിനിമയുടെയും കഥകൾ അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട് മിക്കവാറും. അതുപോലെ രഞ്ജിത്ത് എന്നും രാവിലെ വിളിക്കും, ഈ കഥയുടെ കാര്യം പറയും. എന്നാൽ എനിക്ക് ഇത്രയും ക്ഷമയില്ല കേട്ടോ. 12 വർഷമായിട്ട് ഈ പടം ഇങ്ങനെ ഇദ്ദേഹം കൊണ്ടു കിടക്കുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ ചേട്ടാ അതിനകത്ത് ഇങ്ങനെ വ്യത്യാസങ്ങളുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞു. രഞ്ജിത്ത് ചിപ്പിയെ കല്യാണം കഴിക്കുമ്പോൾ ചിപ്പിയുടെ ബാക്കിൽ നിന്ന് താലി കെട്ടിക്കൊടുക്കേണ്ടത് വരൻ്റെ സഹോദരിയാണ്. ആ സ്ഥാനത്ത് ഞാനാണ് നിന്ന് ബാക്കിൽ നിന്ന് താലി കെട്ടിക്കൊടുത്തത്. അതൊരു ഐശ്വര്യം. ഇനി എന്താ പറയുക, ഈ പടത്തിൻ്റെ റിലീസിന് കുറച്ച് ദിവസം മുമ്പ് ഞാൻ പത്മനാഭ സംക്ഷേത്രത്തിന് തൊഴുതിറങ്ങുമ്പോൾ ചിപ്പിയുണ്ട്. എൻ്റെ മകൻ നെടുഞ്ചുണ്ട്. അപ്പോൾ ചിപ്പിയുടെ ഞാൻ ചിപ്പി, ഈ സിനിമ സൂപ്പർ ഹിറ്റാവുന്നത് മാത്രമല്ല, ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസർ രഞ്ജിത്തായിരിക്കുന്നത്. ചേട്ടൻ്റെ നാക്ക് പൊന്നായിരിക്കട്ടെ എന്നൊക്കെ ചിപ്പി എപ്പോഴും പറഞ്ഞു. അത് അതുപോലെ തന്നെ ബലിച്ചു. പടം ഭയങ്കര ഹിറ്റുമായി. ഈ പറഞ്ഞ പോലെ രഞ്ജിത്ത് എന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസറായിട്ടുണ്ട്. അതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇനി തുടരുന്നുള്ള സിനിമയുടെ കാര്യത്തിൽ ഈ പറഞ്ഞില്ലേ, അതിനെക്കുറിച്ച് വിളിച്ച ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് മനസ്സിലായിച്ചു. കുറച്ച് നാളെ ചേട്ടനെ സിനിമയിൽ കണ്ടില്ലായിരുന്നു. അപ്പൊ ചേട്ടന് ഇത് എങ്ങനെ ഒപ്പിച്ചെടുത്തു? പിന്നെ ഈ വേഷം ഇത് ഒപ്പിച്ചെടുത്തത് അങ്ങനെയല്ല. ഈ തരൻ്റെ കഴിഞ്ഞ 2 പടങ്ങൾ, ഓപ്പറേഷൻ ജാവയും സൗദി വെള്ളയ്ക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ രഞ്ജിത്ത് കഥ പറയുമ്പോഴൊക്കെ അന്നേ വർഷങ്ങൾ മുമ്പേ കഥ പറയുമ്പോൾ അതിനകത്തൊരു വേഷമുണ്ട്. കുട്ടിച്ചൻ എന്നൊരു കഥാപാത്രമാണ്. ആദ്യം വേറൊരു പേരായിരുന്നു. അത് രാജചേട്ടനാണ് ചെയ്യുന്നതെന്നൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് നൈറ്റ് വർക്കേ ഉള്ളൂ. ഫസ്റ്റ് ഡേ ഞാൻ സെറ്റിൽ ചെല്ലുന്നു, എനിക്ക് സ്ക്രിപ്റ്റ് തരുന്നു. ഞാൻ കാരവനിലിരുന്ന ഫുൾ സ്ക്രിപ്റ്റ് വായിച്ച് രോമാഞ്ച കഞ്ചു എന്നൊക്കെ പറയുമല്ലേ, അങ്ങനെ ആയിപ്പോയി. ഞാൻ നേരെ ഡയറക്ടറത്തിന് രഞ്ജിത്ത് പറഞ്ഞു, ഒരു സംശയമില്ല ഈ പടം ഇത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ്, നോക്കിക്കൊള്ളുന്നത്. വൈകുന്നേരം ഞാൻ മേക്കപ്പ് ഇട്ടു, പട്ടണരക്ഷ മേക്കപ്പ് ഇട്ടു, നിരയൊക്കെ ചെന്നപ്പോൾ തരുൺമൂർത്തി എൻ്റെ അടുത്ത് പറഞ്ഞു, തീരെ ശരിയായില്ല, നമ്മൾ ഉദ്ദേശിച്ച കുട്ടിച്ചനായില്ല, ഒട്ടും ആയില്ല. ഞാൻ പറഞ്ഞ ഒന്നുകൂടെ നോക്കട്ടെ. ഞാൻ പോകുന്ന വഴിക്ക് എൻ്റെ അസിസ്റ്റൻ്റ് അടുത്ത് പറഞ്ഞു, നാളെ രാവിലെ രഞ്ജിത്തിൻ്റെ അഡ്വാൻസ് തിരിച്ചോളൂ, ഇന്ന് രാത്രി ഒരു വണ്ടി ഉണ്ടോ എന്ന് നോക്ക്. ഇവർക്ക് ഇതെന്നെ തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പട്ടണരക്ഷി പറഞ്ഞു, ചേട്ടാ അപ്സെറ്റ് ആവണ്ട, നമുക്ക് വേറെ ചെയ്യാം, മുടി വെട്ടാൻ പറ്റുമോ? നമ്മൾ മുടി വെട്ടയില്ല, പൊടിക്രാപ്പ് അടിക്കുക, രണ്ടിലൊന്നും ഇന്ന് അറിയണം. അങ്ങനെ മുടി കംപ്ലീറ്റ് പൊടിക്രാപ്പ് അടിച്ച് മേക്കപ്പ് ചെയ്ത് ആ കോസ്റ്റ്യൂം ഇട്ട് ഞാൻ സെറ്റ് ചെയ്തപ്പോൾ ആദ്യം തരൺമൂർത്തി എണീറ്റു, ഹോൾ സെറ്റ് എണീറ്റ് ക്ലാപ്സ് ആയിരുന്നു. അവിടെ നിന്നാണ് കുട്ടിച്ചതിൻ്റെ തുടക്കം. ചേട്ടാ, ചേട്ടനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻസ് ഒക്കെ നേരാ പോലീസുകാർ വന്നിട്ടുണ്ട്. നമ്മുടെ മോസ്റ്റ് ഹാപ്പനിങ് പോലീസ് സ്റ്റേഷനിലെ 3 പോലീസുകാരും ഒരുമിച്ച് ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഫറാൻ ഫാസിൽ, ബിനു പപ്പു, പ്രകാശ് വർമ്മ. വരട്ടെ. നമസ്കാരം. ഉള്ള ഷാരൂഖ് ഖാനെയും സൽമാൻ ഖാനെയും ലാലേട്ടനെയും എല്ലാവരെയും വെച്ചിട്ട് ലോകം മുഴുവൻ പരസ്യം ചെയ്ത് രഹസ്യമായിട്ടിരുന്നിരുന്ന ആളാണ് പുള്ളി. രഹസ്യമായിട്ട് വന്നൊരു പടത്തിൽ അഭിനയിച്ചപ്പോൾ ഭയങ്കര പരസ്യമായി പുള്ളിക്ക്. പരസ്യത്തിന്റെ ആളല്ലേ? പരസ്യത്തിന്റെ ആളാണ്. അല്ല, പരസ്യം എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ ചേട്ടാ, പരസ്യം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ക്യാപ്ഷൻ അല്ലെങ്കിൽ ഒരു ടാഗ് ലൈൻ ആണല്ലോ എപ്പോഴും. എപ്പോഴും എന്ന് വെച്ചാൽ അപ്പോൾ എൻ്റെ ചോദ്യം, നമ്മളുടെ സിനിമ തുടരുവിന് ഒരു ക്യാപ്ഷൻ അല്ലെങ്കിൽ ഒരു ടാഗ് ലൈൻ പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? ആരും കൊതിച്ചു പോകും. അല്ല, ശരിക്കും ഐ മീൻ ഇറ്റ്. കാര്യം നേരത്തെ ഐ തിങ്ക് രഞ്ജിത്തേട്ടനും അതിനെപ്പറ്റി സൂചിപ്പിച്ചു. ചില സിനിമകൾ, എല്ലാ സിനിമകളും എല്ലാവരും എത്രമാത്രം അതിൻ്റെ പുറകിലുള്ള പ്രയത്നം, സമയം, ആൾക്കാർ എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു സിനിമ അത് റിലീസ് ചെയ്യപ്പെടുക,
അത് തന്നെ വലിയ കാര്യം. അത് സക്സസ്ഫുൾ ആവുക. ചില സിനിമയ്ക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാവും. അത് തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിന് സംശയമൊന്നുമില്ല. ആരും കൊതിച്ച് പോകുന്ന രീതിയിൽ. ഇനി വേറൊരു കാര്യം അറിയാം. ഈ ഫസ്റ്റ് ഷോട്ട് അദ്ദേഹത്തിൻ്റെ എൻ്റെ കൂടെ ആയിരുന്നു. ഇങ്ങനെ വന്നിട്ട് ഹായ് മോളെ, അമ്മ എന്തിയെ മോളെ എന്നുള്ള ഫസ്റ്റ് ഡയലോഗാണ് ഓർമ്മയുണ്ട്. അത് ഓർമ്മയുണ്ട്. ശോഭന ഞാനുള്ള സിനിമ അത് ഫുൾ എന്നെ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്ത് ഞാൻ എപ്പോഴും നോക്കിക്കാണുന്ന മിക്കവാറും എല്ലാ സിനിമകളും രാജുചേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ ആ സമയത്തൊക്കെ വളരെ പ്രോത്സാഹിപ്പിച്ച് ഓരോ ഷോട്ട് കഴിയുമ്പോൾ നന്നായിരുന്നു. താങ്ക് യു ഏട്ടാ. സാധാരണ നമ്മൾ നായികമാരെയൊക്കെയാണ് കണ്ണ് കണ്ടിട്ടാണ് ആ കുട്ടിയെ സെലക്ട് ചെയ്തത്, അല്ലെങ്കിൽ ചിരി കണ്ടിട്ടാണ് സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ, കണ്ണ് കണ്ട് സെലക്ട് ചെയ്ത ഒരാൾ ഈ കൂട്ടത്തിലുണ്ട്. അതാരായിരിക്കും? അതാരാണ് അത്ര നയന മനോഹരൻ? ആ നയന മനോഹരൻ എന്തോ പറയാനുണ്ട്. മൈക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞേക്കണം. സംസാരിക്കും. അല്ലേ, ഇത് തരുൺ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കണ്ണ് ഫഹദിൻ്റെ കണ്ണാണ്, അപ്പോൾ കണ്ണ് കണ്ടിട്ട് എന്നെ സെലക്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്നേ ജാമ്യം എടുത്തായിരുന്നു. ഫഹദിൻ്റെ കണ്ണ് മാത്രമേ ഉള്ളൂ, കഴിവില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ വരുന്നതിന് മുമ്പേ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു സക്സസ് പാർട്ടി ഇത്രയും വലിയൊരു ഇവൻറ്റ് പോലെ കാണുന്നത്. ഇവിടെ വരാൻ കഴിഞ്ഞതൊരു ഭാഗ്യമായിട്ട് കാണുന്നു. അപ്പോൾ എന്തായാലും ഡിന്നറിൻ്റെയും ബാക്കി പരിപാടീൻ്റെയൊക്കെ സമയമുണ്ട്, ഞാൻ താമസിപ്പിക്കുന്നില്ല. താങ്ക് യു. അല്ല, ഇനി ബിനിച്ചേട്ടനോടും കൂടി ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഒറ്റ കാര്യം കൂടി. ബിനിച്ചേട്ടാ, ബിനിച്ചോട് ഈ പടത്തിൻ്റെ ഓൾ ഇൻ ഓളാണ്, എല്ലാവർക്കും അറിയാം. എൻ്റെ ചോദ്യം, നിങ്ങളുടെ ഫാമിലിക്ക് ഈ ടാക്സി ആയിട്ട് എന്താ പ്രശ്നം? അല്ലേ, എന്ന് തുടങ്ങിയത് ഈ ടാക്സി പ്രശ്നം? ടാക്സി വിളിയിടാന്ന് തുടങ്ങിയിട്ട് ഈ പ്രാവശ്യവും ദേ ലാലേട്ടനും ആ ടാക്സി കയറ്റിട്ട് പ്രശ്നം എന്താണ്? അല്ല, ഞങ്ങളെ കുടുംബമാണ് ആക്ച്വലി ശോഭന മാം. അതായത് അച്ഛൻ അമ്മാവനാണല്ലോ. അപ്പം ആ വണ്ടി വിളിച്ചു കൊടുക്കാത്തതിന് ചെറിയ പ്രശ്നം എനിക്കും ഇല്ലേ? കുടിപ്പൊക്കെ ഇത്രയും കൊല്ലോ യൂണിവേഴ്സ് ചെയ്തപ്പോ അത് വരും. പിന്നെ എനിക്ക് ബാക്കി കാര്യങ്ങൾ പറയുക. ചേട്ടൻ ഈ ചേട്ടൻ്റെ എഡീസിനെയൊക്കെ നോക്കണ കണ്ട കൊതിയാവും. കുഞ്ഞുങ്ങളെ ലാലിക്കണ പോലെ അല്ലേ? ഒന്ന് പറയട്ടെ. എന്താ ഒരു അർത്ഥം വെച്ച് പറയുന്നില്ല. ഒന്നുമില്ല, ലൈക്ക് വളരെ സന്തോഷം ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിൽ. അല്ല, ഒരുപാട് നന്ദി തരുൺ, രഞ്ജിത്തേട്ടൻ, ലാലേട്ടൻ. ഈ സിനിമ വളരെ വളരെ പ്രിയപ്പെട്ടതാണ്. സിനിമ തുടങ്ങുന്ന സമയത്ത് മാർച്ച് 17 തരുൺ ഒരു ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, നമ്മൾ ഏപ്രിൽ 22 ഈ ഷൂട്ട് തുടങ്ങുകയാണ്, ചേട്ടാ വേഗം തൊടുപുഴക്ക് വിട്ടോ എന്ന് പറഞ്ഞിട്ട്. വളരെ ചുരുങ്ങിയ സമയം ഒരു പ്രീ പ്രൊഡക്ഷൻ ചെയ്ത ഒരു സിനിമയാണ് തുടരും. അപ്പം ഇപ്പോൾ രഞ്ജിത്തേട്ടൻ നേരത്തെ അനൗൺസ് ചെയ്തു അടുത്ത പടം. അത് ഇങ്ങനെ ആക്കരുത്, തരുണിനോടാണത്. ചെറിയ സമയം തരരുത് പ്രീ പ്രൊഡക്ഷന്. പിന്നെ എല്ലാവരോടും ഒരുപാട് സന്തോഷം. ഫറാൻ പറഞ്ഞ മാതിരി ഡിന്നറിന് ടൈമായി. ജോർജ് സാർ, ഈ ലോകത്തെ 1 മുതൽ എനിക്ക് തോന്നുന്നു 1,900 നമ്പർ എന്നൊക്കെ പറയും അല്ലേ? 1,900 നമ്പർ ഉണ്ട്. പക്ഷേ കഴിഞ്ഞ കൊല്ലം മലയാളികൾ ആകെ ഒരു ഓർത്ത നമ്പർ 36 അല്ലേ? ആ പടം കണ്ടാൽ ഇൻസ്പയറിൽ പോയിട്ടുണ്ട്. ഒരു ജഡ്ജി ഒരാളെ മറ്റേ ശിക്ഷ കൊടുക്കണമെങ്കിൽ 14 കൊല്ലം കൊടുക്കൂല, അത് 36 കൊടുക്കുള്ളൂ. അത്ര എനർജി ആയിരുന്നു. എന്തായാലും താങ്ക് യു സാർ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഇനിയും തുടരും. എന്തോ അത് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് എന്തായാലും 2-3 വാക്കുകൾ പറയാനുണ്ട്. അതിൻ്റെ അകത്ത് 1-2 രഹസ്യമുണ്ട്. അതെന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ. രഹസ്യം ഞാൻ അവസാനം പറയാം. പക്ഷേ ഈ പറഞ്ഞ പോലെ എത്ര നന്ദി പറഞ്ഞാലും മറക്കില്ല. ഞാൻ പല സ്ഥലത്തും പറഞ്ഞ കാര്യമാണ്. ക്യാമറയുടെ മുമ്പിൽ ഒരിക്കലും അഭിനയിച്ചിട്ടില്ല. അത് ഈ പറയുന്ന തരുണും KR സുനിലിനും രഞ്ജിത്തേട്ടനും രജപുത്ര എല്ലാ ടീമും, ചിപ്പി, അവന്തിക, ഇവർക്കൊക്കെ ഒരു സമയത്ത് ഒരു വിശ്വാസം തോന്നുക, എന്നെ ട്രസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നൊരവസ്ഥ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന ഒരു ഓഡീഷൻ്റെ ഒരു ക്ലിപ്പ് ആക്ച്വലി ലാൽ സാറിന് അയച്ചു കൊടുക്കുകയും എനിക്ക് ഇൻഫാക്റ്റ് ആ ഓഡിഷൻ കണ്ടിട്ട് ലാൽ സാർ എനിക്ക് തന്ന മാർക്ക് 100 അത് എന്താ ചെയ്യുക, ഈശ്വരാനുഗ്രഹം. പിന്നെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തൊരു പ്രോസസ്സാണ്. ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു കുടുംബം പോലെയായിരുന്നു. എല്ലാവരും ഇൻവോൾവ് ചെയ്ത് ഹാപ്പി ആയിട്ട്. പിന്നെ ഈ പറയുന്ന ഒരു രഹസ്യം ഞാനിപ്പോൾ പറയാൻ പോകണം. ഞാൻ പറയട്ടെ, ശോഭന മാമിൻ്റെ അടുത്താണ്. ഞാൻ ആക്ച്വലി ഒരു ടോർച്ചർ ചെയ്യുന്ന സമയത്ത് എൻ്റെ ലാത്തി ആ വിരലിൽ കൊണ്ട് ആ വിരൽ ഒടിഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കും, ഞാൻ പറയട്ടെ അത് പറയാത്തത് എന്നെ സഹിച്ചതിൽ പറയാത്തത് സെറ്റിൽ വെച്ചൊരു പാർട്ടിയെ കാണാത്തായിരുന്നു. അതല്ലേ. താങ്ക് യു മാം, ഇറ്റ് വാസ് വണ്ടർഫുൾ എക്സ്പീരിയൻസ്. താങ്ക് യു ലാൽ സർ ആൻഡ് ദി എൻറ്റയർ ടീം ആൻഡ് ഐ മീൻ ദീസ് ഗൈസ്.
ഇത് ബിനു അല്ല, ഇത് ശരിക്കും ബെന്നി കഴിവേറിയാണ്. ഈ ബെന്നി കഴിവേറിക്ക് ആക്ച്വലി മാക്സിമം എമൗണ്ട് ഓഫ് പേഷ്യൻസ് ഡയലോഗ് പറഞ്ഞു തരാനും എല്ലാം പറ്റി. പക്ഷെ എന്നാലും ഇപ്പോഴും ഞാൻ ബെന്നി കഴിവേറെന്നാണ് വിളിക്കുന്നത്. ചേട്ടനെ സുന്ദര കാലമാടൻ എന്നാണ് വിളിക്കുന്നത്. അതെ. ഏതായാലും താങ്ക് യു. താങ്ക് യു. തുടരും.